നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ അന്തിമ വിചാരണ പൂർത്തിയായതോടെ എത്രയും പെട്ടെന്ന് ഈ ഒരു കേസിൽ വിധി വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നമുക്കറിയാലോ, ഈ ഒരു കേസിലെ ഒന്നാം പ്രതി എന്ന് പറയുന്നത് പൾസർ സുനിയുമാണ്. നടൻ ദിലീപ് 8ാം പ്രതിയുമാണ്. മുൻ വൈരാഗ്യത്തിന്റെ പേരിലാണ് ഈ ഒരു നടിയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ നൽകി എന്നുള്ള ഒരു ആരോപണമാണ് ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്ന ഒരു കുറ്റം. 8 വർഷത്തിന് ശേഷമാണ് ഈ ഒരു കേസിൽ വിധി വരാൻ പോകുന്നത്. കേസിൽ ദിലീപിന് ശിക്ഷ ലഭിക്കുമോ എന്നാണ് പ്രധാനമായും ഉറ്റുനോക്കപ്പെടുന്നത്. എന്നാൽ ദിലീപ് കുറ്റവിമുക്തനാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ദിലീപ് അനുകൂലി കൂടിയായ സംവിധായകനായ ശാന്തിവിള ദിനേശ്. ഈ ഒരു വിധി വരുന്നതോടുകൂടി തന്നെ ദിലീപ് സ്വതന്ത്രനാകുമെന്നും ഈ ഒരു കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്ക് വിളിച്ചു പറയാനാകുമെന്നാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ ഒരു ഇന്റർവ്യൂവിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് നോക്കാം. ദൈവത്തെ അമിതമായി കൂട്ടുപിടിക്കുന്ന ആളല്ല ഞാൻ. ഇക്കാര്യം ദിലീപിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. അയാൾ എന്തു പറഞ്ഞാലും പറയുന്ന ഒരു കാര്യമാണ് മുകളിൽ ഇരിക്കുന്നയാൾ കാണുമെന്ന്. അയാൾക്ക് ഇതാണോ ജോലി? ശിവക്ഷേത്രത്തിൽ തൊഴുതു നിന്ന ദിലീപിനെയാണ് ഒരു പരാതിയുടെ ക്ലാരിഫിക്കേഷൻ വിളിച്ചു വരുത്തി 88 ദിവസം ജയിലിലിട്ടത്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ പൂർത്തിയായിട്ടുണ്ട്. അവധി കഴിഞ്ഞ് കോടതി തുറന്നാൽ ഈ കേസിന്റെ വിധി വരും. വിധി വന്നാൽ അതിജീവിത ഹൈക്കോടതിയിൽ പൊയ്ക്കോട്ടെ. ആദ്യത്തെ വിധി കഴിയുമ്പോൾ ദിലീപിന് സ്വതന്ത്രനാകാമല്ലോ. അയാൾക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ, എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നും. എന്തായാലും ദിലീപിന്റെ 25 കോടിയെങ്കിലും തീർന്നു കാണും. അയാളുടെ സിനിമാ ജീവിതം അവസാനിച്ചു. ഇത്രയും മാനസിക ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അയാൾ സിനിമകളിൽ ഹ്യൂമർ ചെയ്യുന്നതെന്ന് ഓർക്കണം. ഒരു മനുഷ്യനെയും ഇങ്ങനെ വേട്ടയാടരുത്. പൾസർ സുനി എങ്ങനെയാണ് കത്തെഴുതി പുറത്തേക്ക് വിട്ടത്? ജയിലിലെ പ്രൊസീജിയർ അനുസരിച്ച് ജയിൽ സൂപ്രണ്ട് ഒപ്പിട്ട് നൽകിയ പേപ്പറിലാണ് കത്തെഴുതാനാകുക. തിരിച്ച് അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കുകയും വേണം. ഇതൊന്നുമില്ലാതെ എങ്ങനെ കത്തെഴുതി പുറത്തേക്ക് കൊടുക്കാൻ സാധിച്ചു? പൾസർ സുനി ഫോണൊന്നും കൊണ്ടല്ലോ ജയിലിൽ പോയത്. അയാൾ അവിടെ വെച്ച് സെൽഫോണിൽ ദിലീപിനെ വിളിച്ചു. അയാൾ എടുക്കുന്നില്ല. പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വിളിച്ചത് കൊണ്ടായിരിക്കാം ദിലീപ് ഫോൺ എടുക്കാതിരുന്നത്. അത് കഴിഞ്ഞ് നാദൃശയും വിളിച്ചു. ദിലീപ് എനിക്ക് 1.5 കോടി തരാനുണ്ട്, തന്നില്ലെങ്കിൽ എനിക്ക് 2 കോടി തരാൻ ആളുണ്ട്. ഞാൻ ദിലീപേട്ടന്റെ പേര് പറയുമെന്ന് പറഞ്ഞു. കേസ് 8 വർഷമായിട്ടും പോലീസ് ചോദിച്ചിട്ടില്ല ഈ 2 കോടി തരാമെന്ന് പറഞ്ഞത് ആരാണെന്ന്. ഇത്തരത്തിൽ 1000 ചോദ്യങ്ങളുണ്ട്. ഇതിനെല്ലാം ഉത്തരം കിട്ടിയാൽ ഈ ഒരു കേസ് മനസ്സിലാകും. എന്തായാലും കുറേയേറെ കാര്യങ്ങൾ തന്നെയാണ് ശാന്തിവിള ദിനേശ് പറയുന്നത്. ബാക്കി അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേട്ടുനോക്കാം. ദിലീപിന്റെ വളർച്ചയിൽ സഹികെട്ടവനായിരിക്കും പിന്നിൽ. അമ്മയ്ക്ക് വേണ്ടി സിനിമ എടുത്ത് 15 കോടി സംഘടനയ്ക്ക് കൊടുത്തവനാണ്. ഇങ്ങനെ ഒരുത്തൻ വളരേണ്ട എന്നാണ് സിനിമാ രംഗത്ത് നിന്നുള്ളവർ തീരുമാനിച്ചു കാണും. അവർ തന്നെയായിരിക്കും ദിലീപിനെ ട്രാപ്പിലാക്കിയത്. യഥാർത്ഥത്തിൽ ഈ കേസ് 2 സ്ക്രിപ്റ്റഡ് ആണ്. പൾസർ സുനി പറഞ്ഞില്ലേ, ഞാൻ എത്രയോ നടിമാരെ കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തെന്നും പൈസ ഉണ്ടാക്കിയെന്നും. അത് ഓൾറെഡി പൾസർ സുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വഴി കുറച്ച് എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തു വന്ന സമയത്ത് തന്നെ പൾസർ സുനി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹം ദിലീപ് രക്ഷപ്പെടുമെന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, 2017 ഈ ഒരു സംഭവം. അതും കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് ഓടുന്ന കാറിൽ വെച്ച് നടി ക്രൂരമായി ആക്രമിക്കപ്പെടുന്നത്. തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ പോലീസിന്റെ പിടിയിലാവുകയും പിന്നെ മാസങ്ങൾ കഴിഞ്ഞാണ് കേസിൽ നടൻ ദിലീപ് അറസ്റ്റിലാകുന്നത്. 88 ദിവസം കഴിഞ്ഞാണ് ദിലീപിന് ജാമ്യവും ലഭിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കരുതും സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെയുള്ള ഒരു കർശനമായ വ്യവസ്ഥകളോടെയായിരുന്നു അദ്ദേഹത്തിന് ജാമ്യം നൽകിയത്.